ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു സൂപ്പർ ടേസ്റ്റിലുള്ള പേടയാണ്. അപ്പോൾ ഈ ഒരു പേട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഖോയ ഒന്നും ഉപയോഗിക്കുന്നില്ല. അതായത് പാല് വറ്റിച്ച് അങ്ങനെയൊന്നും എടുക്കുന്നില്ല. അല്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഏറ്റവും ലോ ആക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മെഷറിംഗ് കപ്പില്ല എന്നുണ്ടെങ്കിൽ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ് ആണെങ്കിലും എടുത്താൽ മതി, അതിലൊരു ഗ്ലാസ്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അടിയിൽ നിന്നൊക്കെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഫ്ലെയിം ഒരിക്കലും കൂട്ടരുത്. ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ ഇത് പൊടിയായിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പേടയ്ക്ക് കരിഞ്ഞ ടേസ്റ്റ് വരും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇളക്കി കൊടുക്കുക. ഒരു 5-6 മിനിറ്റിനുള്ളിൽ തന്നെ നല്ലൊരു പൊടി മൂത്ത് വരുന്ന മണം വരും. അപ്പോൾ അതുവരെ ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. അതായത് പൊടിയുടെ പച്ച മണം ഒന്ന് മാറി വരണം. ഇപ്പം ഞാൻ പൊടി ഇളക്കാൻ തുടങ്ങിയിട്ട് ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നെയ്ക്ക് പകരം വേണമെങ്കിൽ ഓയിലാണെങ്കിലും ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഡാൽഡ ഉണ്ടല്ലോ വനസ്പതി, അതാണെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷേ നെയ്യ് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു പേടയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുന്നത് നെയ്യ് തന്നെ ചേർക്കുമ്പോൾ. നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിലോ അല്ലെങ്കിൽ ഡാൽഡ ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പൊടിയും നെയ്യും കൂടി നന്നായിട്ട് മിക്സായി വരണം. നമ്മൾ ഇളക്കി കൊടുക്കും തോറും ഈ ഗോതമ്പ് പൊടി ഈ നെയ്യൊക്കെ അങ്ങ് അബ്സോർബ് ആകും. അപ്പോൾ ഇതെന്തായാലും നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. ഇപ്പം നമ്മൾ ആദ്യം ഒഴിച്ച നെയ്യൊന്നും കാണാനില്ല, എല്ലാം അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇളക്കി കൊടുക്കും തോറും ഗോതമ്പ് പൊടിയുടെ കളറൊക്കെ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് മാറി വരും. ഇപ്പോൾ ഇതാ വീണ്ടും അതിൻ്റെ ടെക്സ്ചർ മാറി തുടങ്ങുന്നുണ്ട്. നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഷേപ്പ് ഹോൾഡായി വരുന്നുണ്ട്. ഇത് വീണ്ടും ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അടുത്ത 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ വീണ്ടും ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കൈ എടുക്കാതെ ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ കണ്ടോ, ആ നെയ്യും ഗോതമ്പ് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് ചേർന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് അവസാനമായിട്ട് 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഇത് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഞാൻ നെയ്യും ഗോതമ്പ് പൊടിയൊക്കെ നന്നായിട്ട് ചേർന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ പേടയുടെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ആ ഗോതമ്പ് പൊടിയും നെയ്യൊക്കെ ചേർന്ന് നല്ല ബോൾ പോലെ ഒരുമിച്ച് ഇങ്ങനെ ചേർന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കുക. ഇതിപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. കാരണം പാൻ ചൂടായതുകൊണ്ട് ആ ഒരു ചൂട് കൊണ്ട് ഈ ഒരു പൊടി കരിഞ്ഞു പോകും. അതുകൊണ്ട് 5 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 5 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. അപ്പോൾ ഇത് ടേബിൾ സ്പൂൺ നിറയാണ്, അല്ലാതെ ലെവൽ ചെയ്തിട്ടല്ല. അപ്പോൾ 5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ 6 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പാൽപ്പൊടി കൂടി ചേർത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചിങ്ങനെ ഡ്രൈ ആയതുപോലെ തോന്നും. അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഈ പേടയിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഈ നെയ്യ് അല്ലാതെ വേറെ ഒന്നും ലിക്വിഡായിട്ട് ഇതിലേക്ക് ചേർക്കുന്നില്ല, പാലോ അങ്ങനെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ ഈ നെയ്യ് ചേർത്താൽ മാത്രമേ ഇത് നമ്മൾ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ആ ഷേപ്പ് ഹോൾഡ് ചെയ്ത് നിൽക്കത്തുള്ളൂ, ബൈൻഡിങ്ങും കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. അപ്പോൾ ഒരിക്കലും ചൂടോടുകൂടി പഞ്ചസാര ചേർക്കരുത്. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം, എന്നാൽ ഒരു ചെറിയ ചൂടോടുകൂടി അത്രയും മതി. ഒരുപാട് ചൂടോടുകൂടി പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ അതിൽ മെൽറ്റായി പോകും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നെയ്യ് വേണം എന്ന് തോന്നുകയാണെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇപ്പോൾ എനിക്കിപ്പം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. ഇഷ്ടമുള്ള വലിപ്പത്തിലും ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതാക്കിയെടുക്കാം. അപ്പം ഞാൻ ഇങ്ങനെ ഈ ഒരു ഓവൽ ഷേപ്പിലാണ് ഞാനിപ്പോൾ ആക്കിയെടുക്കുന്നത്. പിന്നെ ഒരുപാട് നെയ്യ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താൽ മതി, അല്ലെങ്കിൽ കുറച്ചുകൂടി പാൽപ്പൊടി ഒന്ന് ചേർത്തെടുത്താലും മതി. പിന്നെ നമ്മൾ ഇങ്ങനെ ഷേപ്പ് ആക്കുന്ന സമയത്ത് ഇങ്ങനെ ക്രാക്സ് പോലെ വരും. അങ്ങനെ വരികയാണെങ്കിൽ നല്ല പ്രസ് ചെയ്തങ്ങ് ഷേപ്പ് ചെയ്താൽ മതി. ഇത് ഞാൻ കുറച്ച് തരിയോടുകൂടി പഞ്ചസാര പൊടിച്ചെടുത്താണ് ഇതൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പുറമേ ഒരു തരി ഇരിക്കുന്നു, കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ തരി ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഇങ്ങനെ ഷേപ്പ് ആക്കി എടുക്കാം. അപ്പോൾ ഇഷ്ടമുള്ള ഏത് ഷേപ്പിലാക്കാം, ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ആക്കുന്നത്. അപ്പോൾ ഇന്നത്തെ അടിപൊളി ടേസ്റ്റിൽ ഗോതമ്പ്
പേട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിച്ച് കഴിക്കുന്ന പോലെ, പിന്നെ അതുപോലെ ധാർവാഡ് പേടയുടെ അതേ ടേസ്റ്റിലുള്ളൊരു സൂപ്പർ പേടയാണ്. ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് കഴിക്കുന്ന ആരും പറയില്ല, അത്ര ടേസ്റ്റാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പോലത്തെ ഒരു പേടയാണ്. അപ്പോൾ ഈ ഒരു പേട ഷേപ്പ് ആക്കിയ ഉടനെ ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ നല്ല സെറ്റായിട്ടിരിക്കും. ഫ്രിഡ്ജിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ സൂക്ഷിക്കാം. പുറത്താണെങ്കിലും ഒരു 2-3 ആഴ്ചയോളം തന്നെ പുറത്തിരിക്കും. അപ്പോൾ ഇഷ്ടമായാലും തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.